16 മിനിറ്റും 22 സെക്കൻഡുമാണ്. തെറ്റാണ്. അല്ലല്ല, പറഞ്ഞത് തെറ്റാണ്. ഞാൻ ചെയറിനോടാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റായി മനസ്സിലാക്കി. ഞാൻ പറഞ്ഞോളാം, ചെയർ പറഞ്ഞോളാം. അത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ്. ഞാനിവിടെ ക്ലോക്കിൽ നോക്കില്ല. അദ്ദേഹം 10 മിനിറ്റ് എടുത്തുള്ളൂ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിയമസഭയ്ക്കകത്ത് പൂര തർക്കം നടന്നു. നിയമസഭയിലെ തർക്കവും അടിയും അടിയന്തര പ്രമേയ ചർച്ചകളും ഒക്കെ തന്നെ നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയം ഇല്ലാത്ത കാര്യമൊന്നുമല്ല. എന്നൊക്കെ സഭ കൂടുമോ അന്നൊക്കെ ഒരു അടിയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത്തവണ സ്പീക്കർക്ക് നേരെയാണ്, അതായത് ചെയറിന് നേരെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സ്പീക്കറെ പൂർണ്ണമായി വിമർശിച്ച രംഗത്തെത്തിയിരിക്കുന്നതായിരിക്കട്ടെ ഭരണപക്ഷത്തെ മന്ത്രിയും ആണ്. ഈ ഉദാരത മന്ത്രിമാരോടുകൂടി സ്പീക്കർ കാണിക്കണം എന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ ആവശ്യം. അതായത് പ്രതിപക്ഷത്തിന്റെ അംഗമായിട്ടുള്ള കാന്തപുരം MLA അദ്ദേഹം അടിയന്തര പ്രമേയ ചർച്ചയിൽ 13 മിനിറ്റോളം നേരം സംസാരിക്കുകയും ഉണ്ടായി. എന്നാൽ സാധാരണഗതിയിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ അത്രയും സമയം സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കാറില്ല. എന്നാൽ 13 മിനിറ്റ് എന്നത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ് എന്ന സ്പീക്കർ പറയുകയുണ്ടായി. MP രാജേഷും സ്പീക്കറും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നാലെ സംഭവിച്ചത് ഇതാണ്. സഭ നിർത്തിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 16 മിനിറ്റും 22 സെക്കൻഡുമാണ്. തെറ്റാണ്. അല്ലല്ല, പറഞ്ഞത് തെറ്റാണ്. ഞാൻ ചെയറിനോടാണ് പറയുന്നത്. 16 മിനിറ്റും 22 സെക്കൻഡുമാണ് അങ്ങ് ഉദാരമായി അനുവദിച്ചത്. ഒരു വിരോധവുമില്ല. അങ്ങ് മന്ത്രിമാരെ എല്ലാം കർശനമായിട്ട് നിയന്ത്രിക്കാറുണ്ട്. ഈ ഉദാരത മന്ത്രിമാരോട് കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റായി മനസ്സിലാക്കി. ഞാൻ പറഞ്ഞോളാം, ചെയർ പറഞ്ഞോളാം. അത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ്. ഞാനിവിടെ ക്ലോക്കിൽ നോക്കില്ല. അദ്ദേഹം 10 മിനിറ്റ് എടുത്തുള്ളൂ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. യെസ് സർ, ഡിജിറ്റൽ ക്ലോക്കിലെ ഫോൾട്ടാണ്. അത് അങ്ങ് മിസ്ലീഡ് ചെയ്തതാണ്. പ്ലീസ്. യെസ് അങ്ങ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇരിക്കണം.